സോറി പോലെ അയ്യോ എന്താണ് പേര്? ബോബി കുര്യൻ. അതല്ല, പിന്നെ എന്റെ പേരാണ് ചോദിച്ചത്. പറയാം. ആ ഡയലോഗ് ഓക്കെ, നിങ്ങൾ പെർഫോം ചെയ്യും. ആ എന്താ ഞാൻ പറയണ്ടേ? അതിന്റെ ഡയലോഗിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു? സോറി, അറിയില്ലേ? അറിയാലോ, എല്ലാവർക്കും അറിയാം. അല്ല, നിന്റെ പേരാ ചോദിച്ചേ. ചൂടൻ. ചൂടൻ. അല്ല, വിജയൻ. നിലപ്പോലെ സോറി. ഏതാടാ ഇമാരൊക്കെ? ഏതാടാ ഇമാരൊക്കെ? എന്റെ കൂട്ടുകാരൻ. എന്റെ കൂട്ടുകാരാ. നിങ്ങൾക്ക് പകുതി ഡയലോഗ് അറിയത്തില്ല, ഞാനെങ്ങനെ പെർഫോം ചെയ്യും? നിന്റെ പേരാ ചോദിച്ചേ. വിജയ്. പിടിച്ചോ? ഇതെങ്ങനെ പിടിക്കണേ? ഒന്നുകൂടെ പറഞ്ഞേ. സാധനം വിട്ടുപോയല്ലോ, കയ്യിൽ നിന്ന് പോയി. നമുക്ക് പിന്നെ പിടിക്കാം. സോറി, ഒന്നുകൂടെ നോക്കാം. ഏതാണ് ഇവന്മാരൊക്കെ എന്ന് വെക്കുമ്പം ഇതെന്റെ കൂട്ടുകാരാണെന്നോ. അപ്പൊ ചോദിക്കും നിന്റെ പേരെന്നാ? വിജയ്. ഏതാണ് ഇവന്മാരൊക്കെ? നിന്റെ സത്യത്തിൽ അതിനകത്തൊരു ഡയലോഗ് സന്തോഷം തന്നെയാണ്. കാരണം സുമതി വളവ് ഇനിയിപ്പോ എന്നെ പ്രത്യേകിച്ച് വിളിക്കണ്ട. അഭിലാഷേ, എന്നെ വിളിക്കണ്ട. ഈ കിട്ടണമെന്ന് തോന്നുന്നു. സുമതി വളവ് ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഈ മുത്ത് പണി ചെയ്തേക്കണമൊന്നുമല്ല എന്റെ മക്കളെ. അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് ആ ഷൂട്ടിംഗ് കുറച്ച് ദിവസം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു ഒന്നൊന്നര മുതലാണ്. താങ്ക് യു. ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വരും, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പൊ വിളിക്കാം. അപ്പൊ സുമതി വളവെന്ന് പറയുമ്പോൾ മാളികപ്പുറം എങ്ങനെയാണോ കണ്ടത് അതിനപ്പുറത്തേക്കാണ് ഈ പറയുന്ന സാധനം വരണത്. ഏത്? സുമതി വളവ്. നിസാരപ്പെട്ട കാര്യമല്ല. കാരണം ഓരോ നിമിഷവും എങ്ങനെയാണ് ജനത്തിനെ കൊണ്ടുപോകേണ്ടതെന്ന് വിഷ്ണു ശശിശങ്കറും അഭിലാഷ് പിള്ളയും അതിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിയേറ്ററിൽ വരുമ്പോൾ നമുക്കറിയാം. കാരണം നമ്മൾ